UK-യിൽ പോയി ഒരു നഴ്സായി വർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏതൊരു നഴ്സിൻ്റെയും സ്വപ്നമാണ്. കാരണം നാട്ടിൽ BSc നഴ്സിംഗോ GNM നഴ്സിംഗോ കഴിഞ്ഞവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണ് UK എന്ന കൺട്രി ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഇതിനോടകം തന്നെ ധാരാളം കാൻഡിഡേറ്റ്സ് UK-യിൽ പോയി നഴ്സായി വർക്ക് ചെയ്യുന്നുമുണ്ട്. സോ എങ്ങനെ UK-യിൽ ഒരു നഴ്സ് ആകാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഇന്ന് ഒരുപാട് നഴ്സസ് UK-യിൽ പോയി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഇതിലൂടെ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ സാധിക്കുക? ഓക്കെ, നമ്മളുടെ നഴ്സിംഗ് പ്രോഗ്രാംസ് എല്ലാം രജിസ്ട്രേഷനോട് കൂടിയിട്ടുള്ള പ്രോഗ്രാമാണ്, പ്രീ രജിസ്റ്റേർഡ് പ്രോഗ്രാംസ് ആണ്. അതായത് UK-യിൽ നമുക്ക് ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ UK-യുടെ നഴ്സിംഗ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കൂടിയേ തീരുള്ളൂ. അപ്പോൾ നമ്മുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ MSc അഡൾട്ട് നഴ്സിംഗ് പ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ ആ 2 വർഷത്തെ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ അവർ രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. സോ അതിൽ പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ക്ലിയർ ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റോ എന്തെങ്കിലും എക്സാംസോ കാര്യങ്ങളോ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ തന്നെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താണ് UK-യിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സും നോർമൽ നഴ്സും തമ്മിലുള്ള ഡിഫറൻസ്? നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമാണ് UK-യിൽ നമുക്കൊരു രജിസ്റ്റേർഡ് നഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. അതല്ലാതെ നമുക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ MSc നഴ്സിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ കൂടെയും അവർക്ക് സാധാരണ ഒരു ഹെൽത്ത് അസിസ്റ്റൻറ്റ് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കെയർ ഗീവർ ഒക്കെ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്, രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ. MSc നഴ്സിംഗ് എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സാണോ? ഓൾറെഡി നാട്ടിൽ ബാച്ചലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടാണല്ലോ ഇവർ പോകുന്നത്. സോ 2 വർഷം പഠിച്ചെങ്കിൽ മാത്രമാണോ MSc നഴ്സിംഗ് കഴിഞ്ഞ് ഇവർക്കൊരു രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ സാധിക്കുക? നമ്മൾ ഈ MSc നഴ്സിംഗ് എന്ന് പറയുന്നത് പ്രീ രജിസ്ട്രേഷനോട് കൂടിയിട്ടുള്ള നഴ്സിംഗ് 2 വർഷം തന്നെയാണ് നമുക്കതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ശരിയാണ്, നമ്മുടെ കുട്ടികൾ ഇവിടെ 4 വർഷമൊക്കെ പഠിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് ബോണ്ടും ഒക്കെ ചെയ്തിട്ടാണ് ഇവർ നിൽക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അവർക്ക് UK-യുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു അക്കാഡമിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. പറയുമ്പോഴത്തേക്ക് നമുക്കൊരു അഡ്വാൻസ് ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ പ്രീ രജിസ്ട്രേഷൻ ഉള്ള പ്രോഗ്രാമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രാക്ടിക്കൽസ് കിട്ടുന്നത് NHS ഹോസ്പിറ്റൽസിലാണ് കിട്ടുന്നത്. അപ്പം അക്കാഡമിക്കലി പ്ലസ് എക്സ്പീരിയൻസ് വൈസ് ഇവരെ എല്ലാ തരത്തിലും പ്രീ രജിസ്റ്റേർഡ് 2 ഇയേഴ്സ് പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾ മുൻപിലാണ്. ഇപ്പോൾ നമുക്ക് 1 ഇയർ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇനി 2 വർഷം അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലാത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമുക്ക് 1 ഇയർ MSc അഡ്വാൻസ് നഴ്സിംഗ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പ്രീ രജിസ്ട്രേഷൻ ചെയ്ത പോലെ അത്ര ഈസി അല്ല. മറ്റേന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് രജിസ്ട്രേഷൻ സംഭവിക്കുകയാണ് കോഴ്സ് കഴിയുമ്പോൾ തന്നെ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ NMC അക്രഡിറ്റേഷന് പോകണം, പിന്നെ അവർക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി സെപ്പറേറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം, അതുകൂടാതെ ഒരു ടെസ്റ്റ് ഓഫ് കോമ്പിറ്റൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അഡ്വാൻസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കുട്ടികൾ വരുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ MSc നഴ്സിംഗ് പ്രീ രജിസ്ട്രേഷൻ തന്നെ പ്രിഫർ ചെയ്യുന്നത്. നഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണെന്ന് നമുക്കറിയാം. അപ്പോൾ നല്ല സാലറിയോട് കൂടി ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നുമുണ്ട്. അതർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്നവർക്ക് UK-യിൽ ഒരു നഴ്സ് ആകാനുള്ള ചാൻസസ് ഉണ്ടോ? നമ്മൾ കുട്ടികൾ +2 കഴിയുമ്പോൾ അവർക്ക് അവരുടെ കരിയറിനെ കുറിച്ചിട്ട് അധികം ഐഡിയ ഒന്നും ഇല്ലാത്തൊരു ഏജ് ആയിരിക്കും ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ സ്റ്റുഡൻസ് പല ഡിഗ്രീസിന് പോയി ജോയിൻ ചെയ്യും. ഡിഗ്രി കഴിയുമ്പോഴായിരിക്കും അവരുടെ കരിയറിനെ കുറിച്ചിട്ട് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത്. ആ ഒരു ടൈമിൽ അവർക്കൊരു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാകും. അങ്ങനെയുള്ള കുട്ടികൾക്കും UK-യിൽ നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഏത് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ കൂടെയും നമുക്ക് UK-യിൽ MSc കൺവേർഷൻ നഴ്സിംഗ് പ്രോഗ്രാം അവൈലബിൾ ആണ്. ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കുട്ടികൾക്ക് നഴ്സിംഗ് പ്രൊഫഷനോടുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആണ്. അത് കൂടാതെ യൂണിവേഴ്സിറ്റീസ് ഇത് മനസ്സിലാക്കാനായിട്ട് അവരുടെ എക്സ്പീരിയൻസും കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികൾക്കാണെങ്കിലും നഴ്സിംഗിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് MSc കൺവേർഷൻ കോഴ്സസ് നമുക്ക് UK-യിലുണ്ട്. ഈ MSc കൺവേർഷൻ കോഴ്സസിനെ കുറിച്ച് പറയുമ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് പഠിച്ചെടുക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ടൈപ്പ് മൊഡ്യൂളായിരിക്കും അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിൽ ധാരാളം GNM നഴ്സസ് ഉണ്ട്. സോ അവർക്ക് എങ്ങനെയാണ് UK-യിൽ ഒരു നഴ്സ് ആവാൻ സാധിക്കുക? നമുക്ക് UK-യിൽ 1 ഇയർ ടോപ്പ് അപ്പ് പ്രോഗ്രാം നഴ്സിംഗിൻ്റെ അവൈലബിൾ ആണ്. ഈ GNM എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷനാണ്. ഇതിനെ നമ്മൾ ബാച്ചിലർ ഡിഗ്രി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഈ 1 ഇയർ ടോപ്പ് അപ്പ് നഴ്സിംഗ് പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യുന്നത്. UK-യിൽ ബാക്കി ഏത് പ്രോഗ്രാമിന് അവൈലബിൾ ആയിട്ടുള്ള പോലെ തന്നെ 2 ഇയർ സ്റ്റേ ബാക്കും ഈ 1 ഇയർ ടോപ്പ് അപ്പ് നഴ്സിംഗ് പ്രോഗ്രാമിന് അവൈലബിൾ ആണ്.